ഡിഫറെന്റ് സബ്ജക്റ്റാണ്, നല്ല മേക്കിംഗ് ആണ്, എല്ലാ ഗ്രൂപ്പടക്കം എല്ലാവരും അഭിനേതാക്കളുടെ നല്ലൊരു പെർഫോമൻസ്, പ്രത്യേകിച്ച് രുക്മാന്റെ ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് തന്നെയാണ്. എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവുന്നത് ഭയങ്കര സന്തോഷം. ഈ ബാക്കി എന്താ വെച്ചാൽ എല്ലാവരും ബാക്കിയുള്ളവർ കണ്ടിട്ട് പറയട്ടെ. ദൈവത്തെ തോൽപ്പിച്ച് വന്നതിന്റെ വിജയം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. നല്ലൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ നടന്ന സംഭവങ്ങളാണ്, പക്ഷെ അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നെന്ന് നമുക്ക് മനസ്സിലാവും. പടം വർക്കാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ഞാനും ഹാപ്പിയാണ്. നല്ല റോൾ നല്ല സിനിമയാണ്, കുറെ പേര് കഷ്ടപ്പെട്ട് ചെയ്യുന്ന സിനിമയാണ്. ഇതുവരെ കണ്ടിട്ടില്ല, അടിപൊളിയായിട്ടാണ്. തണ്ണിമേനൊക്കെ അടിച്ചു പൊളിച്ചോ? അടിപൊളി. നായകന്റെ കഥയാണ്. അവസാനം ഗംഭീരയുടെ ഡയറക്ടറുണ്ട്, പിന്നെ മലയാളി ഗംഭീരയുടെ പരീക്ഷ, പിന്നെ അവസാന ക്ലൈമാക്സ് നമ്മുടെ സണ്ണിമേൻ ഗംഭീരയുടെ അഭിനയിച്ചത് ഇമോഷണൽ ടച്ച് ചെയ്യുന്ന ഒരു ഫാമിലി സബ്ജക്ട്. ചേട്ടാ എങ്ങനെ ഫുൾ തർക്കമാണോ? അടിപൊളി, മനോഹരമായിരുന്നു. അടിപൊളിയൊക്കെ ഉണ്ടോ? ഒരു പ്രമേയം ഇത്ര ഭംഗിയായിട്ട് കഥാപാത്രങ്ങൾ മനോഹരമായിട്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി, മതത്തെ അത് കൈകാര്യം ചെയ്യുന്ന രീതി എപ്പോഴും നമുക്ക് വിമർശനത്തിന് കാരണമാകാറുണ്ട്. പക്ഷെ ഇത് വിശ്വാസപരമായിട്ട് തന്നെ ആർക്കും ഒരു ഇതില്ലാത്ത രീതിയിൽ, ഒരു തെറ്റില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ പുരോഗതിയും അതേ മതത്തിന്റെ ഓരോ വിഷയങ്ങളും ആ കറക്റ്റ് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എഴുത്ത്, നല്ലൊരു ദൃശ്യാവതരണം, അതേപോലെ തന്നെ അഭിനേതാക്കളുടെ നല്ലൊരു പെർഫോമൻസ്, പ്രത്യേകിച്ച് രുക്മാന്റെ ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിരുന്ന പടമാണ്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ആ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്തി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ടർ നവാസ് ഖാൻ എന്റെ പ്രിയ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ പടം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഭയങ്കര എൻജോയ്, നല്ല സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലുക്മാനും നമ്മുടെ പെർഫോമൻസ് വൈസും എല്ലാം അതേ പിടിച്ചിരുത്തണമെങ്കിൽ എല്ലാ ഘടകവും വേണമല്ലോ. സെക്കൻഡ് ഹാഫ് ഭയങ്കര നന്നായിട്ടുണ്ട്. ഓക്കെ, അഭിനയൊക്കെ എങ്ങനെയുണ്ട്? സണ്ണിയുടെയും ലുക്മാന്റെ ഒക്കെ അടിയൊക്കെ ഒരു അടിപ്പടമാണോ? കണ്ടിരിക്കാൻ നല്ല സുഖമുള്ള പടം, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. ഒരു രക്ഷയിലാണ് പടം, സൂപ്പർ പടം. എന്ന് വെച്ചാലേ ദൈവത്തെ തോൽപ്പിച്ച് വന്നതിന്റെ വിജയമാണ്. പടം എല്ലാവരും കാണാം തിയേറ്ററിൽ, അത്രയും മസ്റ്റ് വാച്ചിങ് ആണ്. ഒരു ഇതുമില്ല, നമ്മൾ നടന്ന സംഭവങ്ങളാണ്, പക്ഷെ അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. ലുക്മാനും എല്ലാവരും നന്നായിട്ടുണ്ട്, അടിപൊളി പെർഫോമൻസ്. കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. എല്ലാ ജനങ്ങളിൽപ്പെട്ട ആൾക്കാർക്കും കണ്ടിരിക്കാൻ പറ്റുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? വരുന്ന പ്രേക്ഷകരെല്ലാം പറഞ്ഞത്, കണ്ട പ്രേക്ഷകരെല്ലാം പറഞ്ഞത് ഇത് മസ്റ്റ് വാച്ച് ഫിലിമാണ്. കുറച്ച് നേരമുള്ള ഇപ്പോൾ ഒരു ഭയങ്കര രസമായിട്ടിരുന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞത്. റിയൽ ഇൻസിഡൻ്റാണ്, നമുക്ക് ഒരു നിമിഷം കണ്ണ് നിറച്ചിട്ടാണ് ഇവിടുന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെ തന്നെ ഫീൽ ചെയ്തോ പ്രേക്ഷകർ? ഇത് കണ്ട് നിങ്ങൾ തന്നെ പറയണം എങ്ങനെയാണ്. അടിപൊളിയാവട്ടെ. വളരെ സന്തോഷമുണ്ട്, നല്ലൊരു പടം കാണാൻ പറ്റി. അടുത്ത കൂട്ടുകാരൊക്കെ പറഞ്ഞു, പിന്നെ പ്രേക്ഷകരും പറഞ്ഞു നന്നായിട്ടുണ്ട്. അതിന് നമുക്ക് സന്തോഷം. ഇതൊരു ഡിഫറെന്റ് സബ്ജക്റ്റാണ്, നല്ല മേക്കിംഗ് ആണ്, എല്ലാ ആർട്ടിസ്റ്റും ഗ്രൂപ്പടക്കം എല്ലാവരും, ഗ്രൂപ്പ് പറയാനില്ല, എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഗംഭീരമായിട്ട്. പിന്നെ സന്തോഷം, നമ്മുടെ സിനിമയാണല്ലോ, നമ്മൾ തന്നെ കുറെ പറയാതെ അശോകൻ പറഞ്ഞൊരു ഭയങ്കര സന്തോഷം. നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് നന്നായി വന്നിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ആവുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം. ഈ ബാക്കി എന്താ വെച്ചാൽ എല്ലാവരും ബാക്കിയുള്ളവർ കണ്ടിട്ട് പറയട്ടെ, നമ്മളെല്ലാവരും കൂടുതൽ പറയട്ടെ. നിങ്ങളെ കണ്ടവരൊക്കെ അഭിപ്രായം പറയാൻ സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് സിനിമ? ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷേനേക്കാളും നല്ല രീതിയിൽ വന്നു. അപ്പോൾ അതാണ് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും കണ്ടിട്ട് പറയണം. കൂടുതൽ തിയേറ്റേഴ്സിലേക്ക് എത്തിയ ആൾക്കാർ കൂടുതലായിട്ട് വരണം എന്നാണ് എനിക്ക് ആകെയുള്ള റിക്വസ്റ്റ്. നല്ലൊരു മൂവിയാണ്.
സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് തന്നെ. ആൻഡ് നല്ലൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. സോ പ്ലീസ് എല്ലാവരും കാണണം. എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷം. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചത് അതുപോലെ ആ ഒരു ഇമോഷൻസ് കണക്ട് ആയിട്ട് വന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനി ബാക്കിയുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. സർവീസിലൊക്കെ പ്രേക്ഷകർ എക്സൈറ്റഡ് ആവും തോന്നിയെടുത്താൽ എക്സൈറ്റഡ് ആയി ഫീൽ ചെയ്തോ? പിന്നെ അതിനുള്ള കണ്ടന്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയിലെ ഏറ്റവും അടിപൊളി ക്യാരക്ടർ ചേട്ടൻ്റെ ആയിരുന്നു. നിങ്ങൾ കണ്ടിരുന്നു? പടം കണ്ട നിങ്ങൾക്ക് ഇഷ്ടമായ? എല്ലാവരും കാണുന്നു വന്നു. പടം വർക്കാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, ഞാനും ഹാപ്പിയാണ്. കുറെ കാലത്തിന് ശേഷം നല്ല റോൾ കിട്ടിയിട്ട് എല്ലാവരോടും കാണാൻ പറയാം. എല്ലാവരും കാണണം. നല്ല പടമാണ്, വ്യത്യസ്തമായിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. അടിപൊളി പടമാണ്, കണ്ടിരിക്കാം. നമുക്ക് വളരെ ഇഷ്ടമായി. ഇതിന്റെ മുഴുവൻ പതിപ്പ് ആദ്യമായിട്ടാണോ കാണുന്നത്? വളരെ എൻഗേജിംഗ് ആണ്. അത് മാത്രമല്ല ഈ ഒരു കാലത്തിൽ സംസാരിക്കേണ്ട ഒരു സിനിമയും കൂടിയാണ്. നമുക്ക് അതങ്ങനെ കണക്ട് ചെയ്തെന്ന് തോന്നുന്നു. കാരണം എൻഗേജിംഗ് ആണ്, മാത്രമല്ല ഒരു വിശ്വാസത്തിൽ സ്റ്റക്ക് ചെയ്ത് നിന്നാലുള്ള ഒരു സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ കാലത്ത് പറയേണ്ട ഒരു കഥയും കൂടിയാണ്. പക്ഷെ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും അത് കാണും. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരെ കണ്ടപ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്. കുറേ പേര് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ്. ഞാനതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കഥ വന്നിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഭയങ്കര പ്രതീക്ഷയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.